ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് രാവിലെ ചെറിയൊരു ഇടിവോട് കൂടിയാണ് നിഫ്റ്റിയുടെ തുടക്കമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം അത് മാർക്കറ്റ് ശക്തമായൊരു തിരിച്ചുവരവ് നടത്തിയതായിട്ട് കാണാം. മൊത്തത്തിൽ 200 പോയിന്റിൻ്റെ ഒരു റിക്കവറിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 25,682 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു വാല്യൂ ബൈങ് നടന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച വിപണിയിൽ ഉണ്ടായിട്ടുള്ള തകർച്ച വമ്പിച്ചൊരു തകർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ലാർജ് ക്യാപ് സ്റ്റോക്കുകളും, പ്രത്യേകിച്ച് നല്ല ഫണ്ടമെൻ്റൽസ് ഉള്ള പല സ്റ്റോക്കുകളും കുറഞ്ഞ വിലയിൽ ലഭ്യമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുകയും വലിയ തോതിൽ ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ, അതായത് ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി പിന്തുടരുന്നവർ ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് വാങ്ങിയിട്ടുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ബ്രോഡ് മാർക്കറ്റിൽ സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഒരു ഇടിവുണ്ടതായിട്ട് കാണാം. തിരിച്ചുവരവ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലാണ്. മൊത്തത്തിലുള്ള ബ്രോഡ് മാർക്കറ്റിൽ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ 1342 സ്റ്റോക്കുകൾ NSEയിൽ അഡ്വാൻസ് ചെയ്തപ്പോൾ NSEയിൽ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളുടെ എണ്ണം 1826 അപ്പോൾ അതായത് ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളാണ് കൂടുതൽ. അപ്പോൾ 200 പോയിന്റിൻ്റെ ഒരു റിക്കവറി ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ ഉണ്ടായിട്ടും മൊത്തത്തിൽ മാർക്കറ്റിൽ ആ ഒരു റിക്കവറി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലൊരു ലാർജ് ക്യാപ് സ്റ്റോക്കിൽ ഉണ്ടായ ഒരു റിക്കവറി അതിന് പ്രധാനമായിട്ട് സഹായിച്ചിട്ടുള്ളത് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. ഇപ്പോൾ HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്വകാര്യ ബാങ്കുകളും അതുപോലെ തന്നെ PSU ബാങ്ക് ഇൻഡെക്സിലും നല്ലൊരു ഉണർവ് നമുക്ക് കാണാൻ കഴിയും. അത് മാർക്കറ്റിന് ഒരു കരുത്ത് പകർന്നതായിട്ട് കാണാം. ഇപ്പോൾ RBIയുടെ പുതിയ ലെൻഡിങ് റൂൾസ് അത് തുടക്കത്തിൽ മാർക്കറ്റിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ബാങ്കുകളുടെ ആ ഒരു ഏർണിംഗ് വിസിബിലിറ്റി ശക്തമാണെന്നത് നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കാരണം ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് നല്ല തോതിൽ വളരുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സ് ഒരു സേഫ് ഹെവനായിട്ട് ഇപ്പോൾ FDയെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. നിഫ്റ്റി 50-ലെ കാര്യമായ ഒരു മുന്നേറ്റം നടത്തിയ ഒരു സ്റ്റോക്ക് ഇന്ന് പവർ ഗ്രിഡാണ്. ഇപ്പോൾ പവർ ഗ്രിഡുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഡിവിഡൻഡ് വാർത്തകളും അതുപോലെ അവരുടെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതികളുമൊക്കെ അപ്പോൾ ആ സ്റ്റോക്കിന് ഏകദേശം 4.5% വരെ ഇൻട്രാഡേയിൽ ഉയർത്തിയതായിട്ട് കാണാം. അതേപോലെ തന്നെ ITCയിലും റിലയൻസിലും ബൈങ് വളരെ ശക്തമായിട്ട് ഉണ്ടായതായിട്ട് കാണാം. അതുപോലെ കോൾ ഇന്ത്യ, ONGC പോലെയുള്ള എനർജി സ്റ്റോക്കുകളിലും കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടായി. അപ്പോൾ നിഫ്റ്റിയിലെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ 25,500 എന്നുള്ള ഒരു നിർണായക ലെവലിന് മുകളിൽ നിഫ്റ്റി വന്നത് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൂചനയാണ്. ഇപ്പോൾ 25,700 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവൽ. അതുപോലെ ഇന്ന് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, IT ഇൻഡെക്സ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും IT സ്റ്റോക്കുകളിൽ ഒരു ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി ശക്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ IT സ്റ്റോക്കുകളെ കുറിച്ച് JP മോർഗൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായം വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഭയം കാരണം ഇന്ത്യയിലെ IT സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു തളർച്ച അത് യഥാർത്ഥത്തിൽ ഒരു ഓവർ റിയാക്ഷൻ ആണെന്നാണ് JP മോർഗൻ്റെ അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ IT സ്റ്റോക്കുകളായിട്ട് ഇൻഫോസിനും TCSനും വളരെ ഡീപ്പായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടെന്നും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്ര IT മേഖല വളർന്നാലും പല ജോലികളും ആ IT മേഖലയെ ബാധിക്കില്ല. ഉദാഹരണത്തിന് ഒരു പ്ലംബിംഗ് ജോലി, അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ്റെ ജോലി, അതല്ലെങ്കിൽ ഒരു നഴ്സിൻ്റെ ജോലി, ഇത്തരത്തിലുള്ള ജോലികളെ AI അത്ര പെട്ടെന്ന് ബാധിക്കാത്ത ഒരു മേഖലയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ IT മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു പ്ലംബേഴ്സിൻ്റെ ജോലിയാണ് ഇന്ത്യൻ IT സ്റ്റോക്കുകൾ ചെയ്യുന്നതെന്നാണ് JP മോർഗൻ്റെ അഭിപ്രായം. അപ്പോൾ നിലവിലുള്ള AI ഗ്രോത്ത് നടക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ട് പല സോഫ്റ്റ്വെയർ ജോലികൾക്കും അതിൻ്റെ ഡിമാൻഡ് അത്ര പെട്ടെന്ന് നഷ്ടപ്പെടില്ല എന്നും അവർ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ IT സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും അത് റിക്കവർ ചെയ്യുമെന്ന് തന്നെയാണ് അവരുടെ ഒരു അനുമാനം. അതുപോലെ ഇന്ന് മാർക്കറ്റിൽ വലിയ തോതിൽ ആശങ്ക പരത്തിയ ഒരു കാര്യമാണ് RBIയുടെ ലെൻഡിങ് റൂൾസ്. അതായത് ഈ സ്റ്റോക്ക് ബ്രോക്കർമാർ അവർ കടം വാങ്ങിക്കൊണ്ട് മാർക്കറ്റിൽ വലിയ തോതിൽ ഇടപെടാറുണ്ട്. അപ്പം അത്തരത്തിൽ ബ്രോക്കേഴ്സിന് കൊടുക്കുന്ന ആ ഒരു കടം അതിനെ നിയന്ത്രിക്കാനാണ് SBI ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ഈ പല ബ്രോക്കേഴ്സും പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് നടത്താറുണ്ട്. ബാങ്കുകളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ട്രേഡിംഗ് നടത്തുന്നത് നിരുത്സാഹപ്പെടുത്താനാണ്, അത്തരത്തിൽ F&O മാർക്കറ്റിലുള്ള ആ ഒരു മാനിപ്പുലേഷൻ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനാണ് SEBI ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഈ ബ്രോക്കേഴ്സ് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ അവർ മുമ്പ് നൽകിയതിനേക്കാൾ കൂടുതൽ സെക്യൂരിറ്റി നൽകേണ്ടി വരും. അതായത് ഈ കൊലാറ്ററായിട്ട് നൽകുന്ന ജാമ്യം അല്ലെങ്കിൽ സെക്യൂരിറ്റി ഈ കടം വാങ്ങുന്ന പണത്തിന് തുല്യമായ സെക്യൂരിറ്റി അവർ നൽകണം. അപ്പം ഇത്രയധികം പണം ബാങ്കുകളിൽ കെട്ടിവെക്കേണ്ടി വരുന്നത് ബ്രോക്കിംഗ് കമ്പനികളുടെ ആ ഒരു വർക്കിംഗ് ക്യാപിറ്റലിനെ അത് സാരമായിട്ട് ബാധിക്കും. അതേപോലെ തന്നെ ഷെയറുകൾ പ്ലെഡ്ജ് ചെയ്തിട്ട് വായ്പ എടുക്കുമ്പോൾ ആ പ്ലെഡ്ജ് ചെയ്യുന്ന ഷെയറുകളുടെ മാർക്കറ്റ് വാല്യൂവിൻ്റെ 40% ഹെയർ കട്ടായിട്ട് നൽകണം. ഹെയർ കട്ട് എന്ന് പറയുമ്പോൾ അതായത് ഉദാഹരണത്തിന് 100 രൂപ വിലയുള്ള ഒരു ഷെയർ പ്ലെഡ്ജ് ചെയ്യുമ്പോൾ അതിൽ പരമാവധി ലഭിക്കുന്ന കടം എന്ന് പറയുന്നത് 60 രൂപയാണ്. ഇത്ര നാളും അങ്ങനെ ആയിരുന്നില്ല. ആ മാർക്കറ്റ് വാല്യൂവിന് ആനുപാതികമായിട്ടുള്ള കടം ഇവർക്ക് ലഭിക്കുമായിരുന്നു. അപ്പോൾ ഇത് ബ്രോക്കർമാരുടെ ആ ഒരു ക്രെഡിറ്റ് റൈസ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിയാണ് ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ F&O മാർക്കറ്റിൽ
ധാരാളമായിട്ട് ഇടപെടുന്ന ബ്രോക്കിംഗ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ആ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന വളറ്റിലിറ്റി അതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുവഴി F&O മാർക്കറ്റിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം നഷ്ടപ്പെടുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സെബി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലെൻഡിങ് നിയന്ത്രണങ്ങൾ വന്നതോടെ പല ബ്രോക്കിംഗ് മേഖലയിലുള്ള സ്റ്റോക്കുകളിലും വലിയ ഇടിവ് നടന്നതായിട്ട് കാണാം. പ്രത്യേകിച്ച് ചില സ്റ്റോക്കുകളിൽ ഇപ്പോൾ ഏഞ്ചൽ വൺ, ഗ്രോ പോലെയുള്ള സ്റ്റോക്കുകളിൽ അവരുടെ റീറ്റെയിൽ വോളിയം കുറയാൻ ഇത് കാരണമാകും. അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ട്രേഡിംഗ് വോളിയത്തിൽ ഏകദേശം 10 മുതൽ 12% വരെ കുറവുണ്ടാകുമെന്നാണ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബ്രോക്കിംഗ് കമ്പനികൾ മാർക്കറ്റിൽ പ്ലേ ചെയ്യാൻ ബാങ്കുകളിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ പണം കിട്ടുന്നത് RBI പൂർണ്ണമായിട്ട് തടഞ്ഞിരിക്കുകയാണ്. ഇനി സ്വന്തം കയ്യിലുള്ള പണം കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് അവരുടെ ബിസിനസ് ചെലവ് കൂട്ടുകയും ലാഭം കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പല ബ്രോക്കിംഗ് മേഖലയിലുള്ള സ്റ്റോക്കുകളിലും ഒരു ഇടിവ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് മൊത്തത്തിൽ ഒരു 1% കൂടുതലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയായിട്ട് കാണാം. ഇതേപോലെ ഇന്ന് നാറ്റ്കോ ഫാർമ ഓഹരിയിൽ ഉണ്ടായിട്ടുള്ള വമ്പിച്ച കുതിപ്പ്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കാണുന്നത് അവർക്ക് മേജറായിട്ടുള്ള ഒരു റെഗുലേറ്ററി അപ്രൂവൽ ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ടൈപ്പ് 2 പ്രമേഹ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു ജനറിക് മെഡിസിൻ, അതായത് സെമാഗ്ലൂട്ടൈഡ് ഇഞ്ചക്ഷൻ ഇന്ത്യയിൽ നിർമ്മിക്കാനും അത് വിപണനം ചെയ്യുവാനുമുള്ള അനുമതി സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ഈ കമ്പനിക്ക് പെർമിറ്റ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ അതിവേഗം വളർന്ന ഈ പ്രമേഹ ചികിത്സാ വിപണിയിൽ വലിയൊരു മാർക്കറ്റ് ഷെയർ ലഭിക്കാൻ നാറ്റ്കോ ഇത് സഹായിച്ചേക്കും. അപ്പോൾ മാർച്ച് 2026 കൂടിയാണ് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ കമ്പനി ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ നാറ്റ്കോയുടെ Q3 റിസൾട്ടുകളിൽ മുൻ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഏകദേശം 14% വർധനമുണ്ടായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അതൊക്കെ പോസിറ്റീവായിട്ട് ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാം. കാരണം അതിൻ്റെ മൂവിംഗ് ആവറേജുകളായിട്ടുള്ള 20-day 50-day മൂവിംഗ് ആവറേജിന് മുകളിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ശക്തമായൊരു വോളിയം സ്പൈക്കും ഇന്ന് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ട് കാണാം. അതുപോലെ RSI 65-70 എന്ന ലെവലിലാണ് ഓവർ ബോട്ട് സോണിലേക്ക് അടുക്കുന്നുണ്ടെങ്കിലും ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ നിലവിലിപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ 932 അതിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ 870-880 എന്ന ലെവലിലുമാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതുപോലെ മറ്റൊരു സ്റ്റോക്ക് ഇന്ന് നിഫ്റ്റി 500 ശക്തമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഈ സ്റ്റോക്ക് ഏകദേശം 22% ഒരു ജമ്പാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ Q3 വന്നിട്ടുള്ള ശക്തമായ റിസൾട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മൂവിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇയർ ഓൺ ഇയറിൽ 242% ഒരു വർധനവ് ഈ സ്റ്റോക്കിൽ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനേക്കാൾ കൂടുതലാണ്. ഇതുകൂടാതെ ഇവരുടെ ഓർഡർ ബുക്ക് ഓൾ ടൈം ഹൈയിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 15,670 കോടിയിൽ അത് എത്തിയിട്ടുണ്ട്. അതുകൂടാതെ കമ്പനിയുടെ മാർജിൻ എക്സ്പാൻഷൻ 12% 29% ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ടെക്നിക്കലി ഇപ്പോൾ ഒരു മൊമെൻറ്റം ബ്രേക്കൗട്ടിലാണ് ഈ സ്റ്റോക്ക് ഉള്ളതെങ്കിലും ഒരു 200 ലെവലിന് മുകളിലേക്ക് സ്റ്റോക്ക് ഒരു സസ്റ്റെയിൻ ചെയ്യുകയാണ് മാത്രമാണ് ഒരു മുന്നോട്ടുള്ള കുതിപ്പ് തുടരുകയുള്ളൂ. ഒരു 180 ആണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്ന് അതേപോലെ 2 സ്റ്റോക്കുകൾ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരുന്നു. അതിലൊന്ന് AI റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രാക്റ്റൽ അനാലിറ്റിക് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ ഇഷ്യൂ പ്രൈസ് 900 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 876 എന്ന ലെവലിലാണ്. അതായത് ഒരു 2.67% ഡിസ്കൗണ്ടിലാണ് സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു മങ്ങിയ തുടക്കമാണ് ഇതിൻ്റെ ഒരു IPOക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതുപോലെ മറ്റൊരു സ്റ്റോക്കായിട്ടുള്ള IF ഫിനാൻസ്, അതിൻ്റെ ഇഷ്യൂ പ്രൈസ് 129 ആയിരുന്നു. ഇതൊരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. പക്ഷേ ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് സെയിം പ്രൈസിലാണ്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ലിസ്റ്റിംഗ് ആണ്. അപ്പോൾ ലാഭമോ നഷ്ടമോ ഇല്ലാതെയാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും IPO വിപണിയിൽ വലിയ ജാഗ്രതയാണ് നിക്ഷേപകർ വെച്ച് പുലർത്തുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ 2 സ്റ്റോക്കുകളുടെയും വളരെ മോശമായിട്ടുള്ള ഈ ഒരു ലിസ്റ്റിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.